ഒന്ന് എന്നാ നീ ചെറുതാക്കി അതായത് നമ്മള് കുറച്ച് വലുതാക്കിട്ട് അങ്ങനെ നീ എന്തോ ടെക്നിക്ക് ചെയ്യല്ലേ നമുക്ക് അവര്. പക്ഷെ അതൊന്നും വർക്കിംഗ് അല്ല, ചിലത് അടിച്ചു. അത്രയും വലിയ ബഡ്ജറ്റായി വരുന്ന സാധനം കണ്ടോക്കട്ടെ. ആകാശത്തിനുമപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാ ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ കാരണവുമായി ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ട്. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇത് KGF അല്ലേ? KGF ഇവര് ബാഹുബലിയാക്കാൻ വേണ്ടിട്ട് KGF അല്ലേ? അതന്വേഷിച്ചിട്ട് പല ശക്തികളും വന്നു എന്നല്ലേ പറയുന്നത്, ദുഷ്ടശക്തികള്. ഇല്ലെങ്കിൽ അവറഞ്ചേഴ്സ് പോലെ ആയിരിക്കോ ഈ അവറഞ്ചേഴ്സ്? അതാരാണ് അവറാച്ചന്റെ ടീമാ അവറഞ്ചേഴ്സ്? എന്താ നിന്റെ വേഷം? ഇന്ന് ഞാന് ഹബീബി അല്ലേ, ഹബീബ് ഹബീബി. KGF കോപ്പിയടിയാ. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനുവേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. ഇതെന്ത് ബഡ്ജറ്റ് വേണം? പല കാലങ്ങളിലും വരും. ഇതെന്ത് ഇവന്റെ പിന്നെ ബഡ്ജറ്റ് ഒന്നും ആടിത്തിരിയില്ല. ഇതെല്ലാം പാലത്തിനടിയിൽ പോയാൽ ഒരു മലയാളി പടല്ല, അതിനൊരു പരിധി ഉണ്ടാവില്ലേ? പിന്നെ നിനക്കറിയാം, നീ പോയിനാ ഞാനിത് പബ്ലിക് അങ്ങനെ യുദ്ധങ്ങൾ വരെ നടക്കും. This bridge is going to change our fortune. ഇതെല്ലാം ശരിക്കുള്ള പാലം. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പഠനം നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്മയെ കൊല്ലാം. അത് മതി. ഏത് പിടി ആളുകൾ വിളിക്കും ഹൈ റേഞ്ചിന്റെ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. ഈ വയ്യാത്ത നല്ലത് എനിക്ക് ഒരാളുള്ള സമയം സമാധാനമാകും. എനിക്കൊന്ന് ഡൂഡിനാണ് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉള്ളതെന്ന് തോന്നുന്നു. വിനായ ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ടെക്നോളജി. ഇത് ഇന്നലെ വാണിംഗ് കിട്ടീന, വെറുതെ കാണിക്കുന്ന. മുന്നിൽ മയാമിയുമാണ്. പക്ഷേ ഇത് ട്രെയിൻ ട്രാവൽ ആയിക്കൂലേ? ടൈം ട്രാവൽ അല്ല, ഇവരെ പഴയ ജന്മായിരിക്കും ഈ രാജാവും ഇതല്ലോ. മനസ്സിലാവോ? രാജിപ്പാപ്പന്റെ പഴയ ജന്മത്തിലാണെങ്കിലോ സ്വപ്നാണെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് ഇട്ട് ചെയ്യണം. പോടാ പൊട്ട. ആട് 3ന്റെ പാർട്ട് വേണ്ടോ? അല്ല നോമ്പിനാണോ റിലീസ്? അള്ളാന്റെ മോനെ, ഒരു മിനിറ്റ്. അല്ല നോമ്പ് കഴിയുമ്പോ, നോമ്പ് കഴിയുന്ന ദിവസം പെരുന്നാളിന്റെ തലേന്നാ? പിറ്റേന്നാണല്ലോ. വെറും പെരുന്നാളിന്റെ പിറ്റേന്നാവുമ്പോ നല്ല